പ്രിയതമയുടെ വിയോഗം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടിമരിച്ചു. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഹായ്, വൈദ്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈയിടെ വൈറലായി ധാരാളം പേര് അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ മരിച്ചു കിടക്കുന്ന ഒരു പെടക്കോഴിയും അതിന് ചുറ്റും നടക്കുന്ന പൂവൻ കോഴിയും അവസാനം ആ പൂവൻ കോഴി പെടക്കോഴിയുടെ മേത്തേക്ക് ഹൃദയം പൊട്ടി മരിച്ചു വീഴുകയാണ്. എന്തായിരിക്കാം യാഥാർത്ഥ്യം? പ്രിയതമയുടെ ഡെഡ് ബോഡിക്ക് ചുറ്റും നടക്കുന്ന ഒരു പൂവൻ കോഴി. കോഴികൾക്ക് കരുണയും സഹതാപവും സ്നേഹവും എല്ലാം ഉണ്ടോ? ഉണ്ട്. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സ്കൂൾ വിട്ടു വരുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന കോഴികളെ കാണാറുണ്ട്. കോഴിയെ കെട്ടിപ്പിടിക്കാറുണ്ട്. കോഴികൾക്ക് ആളുകളെയും സ്ഥലവും എല്ലാം ഓർത്തു വെക്കാനായിട്ട് സാധിക്കാറുണ്ട്. സ്നേഹവും കാണിക്കാറുണ്ട്. ഇനി കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എത്രമാത്രമാണ് അത് സ്നേഹിക്കുന്നതെന്ന് നമുക്കറിയാം. കോഴി ഒരു സമൂഹ ജീവിയാണ്. അതിന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അതിന് തിരിച്ചറിയാം. എന്നാൽ തന്റെ പ്രിയതമ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സ്നേഹം പ്രകടിക്കുന്നു, ഇത്രയും വിഷമം അതിനുണ്ടാവുന്നു? അതിന് തെളിവൊന്നുമില്ല. എന്നാൽ കോഴികളും കിളികളും എല്ലാം പെട്ടെന്ന് പേടിക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. ഏകദേശം 250 മുതൽ 300 വരെയാണ് അതിന്റെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റ്. മനുഷ്യരാണെങ്കിൽ വെറും 70-75 ഉള്ളൂ. അതിന്റെ 4 ഇരട്ടിയാണ് ഒരു കോഴിയുടെ ഹാർട്ട് ബീറ്റ്. അത് കാരണം തന്നെ അതിന് ഹൃദയസ്തംഭനം പെട്ടെന്നുണ്ടാവാം. ഹമ്മിങ് ബേഡുകളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ 1200 തവണയാണ് അതിന്റെ ഹാർട്ട് ഇടിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 20 തവണയിൽ കൂടുതൽ. അത് കാരണം തന്നെ ഹമ്മിങ് ബേഡുകൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം. ഇനി ആരെങ്കിലും അതിന് CPR കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ ചിലപ്പോൾ അതിന് ജീവൻ തിരിച്ചു കിട്ടാം. ഹാർട്ട് വീണ്ടും വർക്കിംഗ് ആവാം. അതുപോലെ കോഴികൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബ്രോയിലർ കോഴികൾക്ക് അതിന്റെ ശരീരഭാരം വളരെ കൂടുതലായിരിക്കും. അതിന് കൂടുതൽ സ്ട്രെസ്സും ഉണ്ടാവും. കോഴി വളർത്തുന്ന സ്ഥലങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളിൽ ഇത് പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് കാണുവാനുള്ള സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ ലൈഫ് ടൈമിൽ മാക്സിമം ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ആയിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക. അത്രയും വിരളമായിട്ടാണ് കോഴികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇനി ഈ വീഡിയോ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ക്യാമറമാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറേ സമയം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവാം. ഇടയ്ക്ക് ആ വീഡിയോ ഒന്ന് കട്ടാവുന്നുണ്ട്. വീണ്ടും കാണുന്നത് കോഴി അടുത്തേക്ക് വരുന്നു, ഇതിന് ചുറ്റും കറങ്ങി നടക്കുന്നു, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. ഇതൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയ പോലെയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ എനിക്ക് സംശയം തോന്നി. ഈ വീഡിയോയെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇതിനിടയ്ക്കുള്ള ചില ഭാഗങ്ങൾ കിട്ടുന്നത്. ഈ ഭാഗം നോക്കിയാലറിയാം, ഈ കോഴി വളരെ ബുദ്ധിമുട്ടിയാണ്, എന്തോ പ്രയാസപ്പെട്ടാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ അതിന് ആട്ടമെല്ലാം ഉണ്ട്. സത്യത്തിൽ ഈ പൂവൻകോഴി പെടക്കോഴിയുടെ അടുത്തേക്ക് വരുന്നത് അതിന് ഇണചേരുന്നതിന് വേണ്ടിയാണ്. അതിന് ചുറ്റും കറങ്ങുന്നതെല്ലാം കാണാം. അതല്ലാതെ ഈ വീഡിയോയിൽ പറയുന്ന പോലെ സ്നേഹമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിന്റെ കൂട്ടുകാരിയായിരിക്കും ഈ മരിച്ചു കിടക്കുന്നത്. അത് ഇഷ്ടം കാരണം അല്ലെങ്കിൽ ഇണചേരുന്നതിന് വേണ്ടിയാണ് ഇതിന് ചുറ്റും കറങ്ങുന്നത്. ഇങ്ങനെ ഈ സീൻ കണ്ടതിന്റെ പിന്നാമ്പുറത്ത് ഈ പൂവൻ കോഴിക്ക് വിഷം കഴിക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കുത്തിവെക്കുകയോ ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഈ കോഴി ഇങ്ങനെ ആടി വരുന്നത്. അത് ഈ പിടക്കോഴിയുടെ അടുത്ത് ഇണചേരാനായിട്ട് വന്നു, പക്ഷെ വിഷം ഉള്ളിച്ചെന്ന് ഇത് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൾ ഒരു സീൻ, ഒരു കഥയുണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അനിമൽ അബ്യൂസ് ആണ്. ഇതൊരു ഫേക്ക് അനിമൽ റെസ്ക്യൂ വീഡിയോ ആണ്. ഇതുപോലെയാണ് ജീവികളെ രക്ഷിക്കുന്ന പല വീഡിയോസും ഉള്ളത്. പൊന്മാനെ വാഴയിൽ കുത്തിവെച്ചിട്ട് അതിനെ രക്ഷിക്കുന്നു. അത് തന്നെ പല വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ കുരങ്ങൻ കുഞ്ഞിനെ കിണറ്റിലേക്ക് ഇട്ട് അതിനെ രക്ഷിക്കുന്നു. പിന്നെ വലിയ മൃഗങ്ങളെ ഇതുപോലെ രക്ഷിക്കുന്നുണ്ട്. ആക്ച്വലി ഇവർ ഈ ജീവികളെ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. വെറും നാടകം മാത്രം. പലപ്പോഴും ഇതിനായിട്ട് ഈ ജീവികളെ അപായപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇത് ഏതോ മലയാളിയുടെ കൈ കിട്ടിയപ്പോൾ പൊടിപ്പും തുങ്ങളൊക്കെ വെച്ച് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നതാണ്. അതല്ലാതെ ഇത് പ്രിയതമയോടുള്ള സ്നേഹമോ കരുണയോ ഒന്നുമല്ല. ഇതൊരു ഫേക്ക് അനിമൽ റെസ്ക്യൂ വീഡിയോ ആണ്. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.